അസ്സലാമു അലൈക്കും. ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു യൂട്യൂബർ ഒരു ഖബർ ചാലഞ്ച് നടത്തിയതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ താഴെ ഒരുപാട് നല്ല മനുഷ്യർ നല്ല രീതിയിൽ എനിക്ക് കമൻറ്റ് എഴുതി അയക്കുകയും മറ്റ് ചില യുക്തിവാദികൾ വളരെ മോശപ്പെട്ട രീതിയിൽ ചില കമൻറ്റുകൾ എനിക്ക് എഴുതി അയക്കുകയും ചെയ്തു. അതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നീ നിൻ്റെ ദൈവമുണ്ടെന്ന് തെളിയിക്ക്, പിന്നെയല്ലേ ഖബർ ജീവിതത്തെക്കുറിച്ച് നീ സംസാരിക്കുന്നത് എന്ന രീതിയിലൊക്കെ കമൻറ്റുകൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാനൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഗിൽബർട്ട് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനും ഒരു പ്രൊഫസറും ഒരു സ്കൂൾ മാഷുമായ ഒരു വലിയ ഒരു വ്യക്തിയും ഔറേലിയൻ എന്ന് പറയുന്ന ചെറിയ ഒരു 7 വയസ്സുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരനും തമ്മിലുള്ള ഒരു ഡിബേറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. വളരെ വലിയ ഒരു സദസ്സിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. ആ ചെറുപ്പക്കാരനും അതുപോലെ തന്നെ ഇത്രയും വലിയ ഒരു പ്രൊഫസറും തമ്മിലാണ് അവിടെ ഡിബേറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ കാണികൾക്ക് വലിയ ഒരു ആശ്ചര്യമാണ് അവരുടെ മുഖത്ത്. അതുപോലെ തന്നെ ചില ഒരു പുച്ഛ മനോഭാവവുമുണ്ട്. കാരണം ഇത്രയും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഇത്രയും വലിയൊരു വ്യക്തിയോട് മുട്ടാൻ വേണ്ടി പോകുന്നത് ചെറുപ്പക്കാരനായ ഈ ഔറേലിയൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരനാണ് എന്നുള്ള പുച്ഛമാണ് എല്ലാവരുടെയും മുഖത്ത്. തീർച്ചയായിട്ടും അദ്ദേഹം ആ സദസ്സിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ അത്തരം ഒരു പേടിയോ അല്ലെങ്കിൽ അത്തരം നമ്മളൊരു ആശ്ചര്യമോ ഒന്നും തന്നെ ആ കുട്ടിയുടെ മുഖത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അങ്ങനെ ഗിൽബർട്ട് എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ ആ സദസ്സിലേക്ക് കയറി വന്നിട്ട് ഈ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, നിൻ്റെ മുന്നേ വന്ന ഒരുപാട് പണ്ഡിതരും അതുപോലെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസമുള്ള എല്ലാവരും എൻ്റെ മുന്നിൽ മുട്ട് കുത്തിയിട്ടേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് ദൈവമുണ്ട് എന്ന് തെളിയിക്കാൻ നിൻ്റെ കയ്യിൽ എന്ത് തെളിവാണ് മോനെ ഉള്ളത് എന്ന് ഈ ഗിൽബർട്ട് ഒരു പുച്ഛ മനോഭാവത്തിൽ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്. വളരെ പുഞ്ചിരിച്ച മുഖത്തോടു കൂടി ഔറേലിയൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ആ ഡോക്ടർക്ക് മറുപടി കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കീശയിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരിയിട്ട് ഈ ഡോക്ടറോട് പറഞ്ഞു, നിങ്ങൾക്കിതിൻ്റെ രുചി എന്തെന്ന് പറയാൻ വേണ്ടി സാധിക്കുമോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്കത് തൊട്ട് നോക്കാതെ അല്ലെങ്കിൽ രുചിച്ച് നോക്കാതെ അതിൻ്റെ ടേസ്റ്റ് പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം അതിന് മറുപടി നൽകിയത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അതുപോലെ തന്നെയാണ് ദൈവവും. നമുക്ക് രുചി അല്ലെങ്കിൽ മണം എന്ന് പറയുന്നതിനെ നമുക്ക് ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ അതിൻ്റെ അനുഭവം കൊണ്ട് നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ചില നിരീശ്വരവാദികൾ അങ്ങനെയാണ്. കാരണം അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് പറഞ്ഞാൽ ദൈവത്തെ ഇന്ന് വരെ അവർ കണ്ടിട്ടുമില്ല, അതുപോലെ തന്നെ അവർക്ക് തൊടാനും സാധിച്ചിട്ടില്ല എന്നാണ് യുക്തിവാദികൾ പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഗിൽബർട്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, ഉപ്പിനെ തൊട്ട് എനിക്ക് പരീക്ഷിക്കാൻ വേണ്ടി സാധിക്കും, നിന്റെ ദൈവത്തിനെ എനിക്ക് തൊട്ട് പരീക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയില്ലല്ലോ എന്നാണ് നമ്മുടെ ഔറേലിയൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനോട് ഈ ഡോക്ടർ അങ്ങോട്ട് ചോദ്യമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ചില ആൾക്കാർക്ക് ജന്മനാൽ തന്നെ ഈ രുചി അറിയാനുള്ള ഈ കഴിവ് നഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർക്ക് നമ്മൾ ഉപ്പ് വെച്ച് നീട്ടിക്കൊടുത്താലും അവർക്കത് തൊട്ട് നോക്കിയാലോ രുചിച്ച് നോക്കിയാലോ അതിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ രുചി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അവർക്ക് ജന്മനാലെ അത്തരം കഴിവുകൾ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നമുക്ക് ഈ ഉപ്പിന് രുചിയില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കുമോ എന്നാണ് ഔറേലിയൻ നമ്മുടെ ഡോക്ടറോട് തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടറിന് ഉത്തരം പറഞ്ഞത് അത് ശരിയാണ് എന്ന നിലക്കാണ്. അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഔറേലിയൻ പറയുകയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഡോക്ടർ തിരിച്ച് ചോദിക്കുകയാണ്, ദൈവമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾ, പട്ടിണി മരണം, ദാരിദ്ര്യം, പീഡനം എന്നിവയൊക്കെ ഉണ്ടാവുന്നത് എന്ന് ഡോക്ടർ ഈ ചെറുപ്പക്കാരനോട് ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഔറേലിയൻ വളരെ പുഞ്ചിരിച്ച മുഖത്തോടു കൂടി മറുപടി പറയുകയാണ്, ഭക്ഷണത്തിൽ ഉപ്പ് കൂടിപ്പോയാൽ നിങ്ങൾ എന്ത് പറയും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ഭക്ഷണം കേടായി എന്ന് പറയും. ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞു പോയാൽ നിങ്ങൾ എന്ത് പറയും? ആ ഭക്ഷണം കൊള്ളില്ല എന്ന് നിങ്ങൾ പറയും. അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷത്തിന് വിലയുണ്ടാവൂ എന്നാണ് ഔറേലിയൻ എന്ന് പറയുന്ന ആ 7 വയസ്സുകാരൻ ഈ ഡോക്ടർക്ക് മറുപടി കൊടുത്തത് എന്നാണ്. പിന്നെ നമ്മുടെ ഡോക്ടർ ഇതുകൊണ്ടൊന്നും നിർത്തുന്നില്ല. ഈ ഡോക്ടർ തിരിച്ച് ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, ദൈവത്തിന് എല്ലാം കൃത്യമായി നേരത്തെ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു പരീക്ഷണം, എന്തിനാണ് ഒരു ടെസ്റ്റ് നടത്തുന്നത് എന്ന് ഈ ഔറേലിയനോട് ഈ ഡോക്ടർ ചോദിക്കുകയാണ്. അപ്പോൾ ഔറേലിയൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് എന്താണെന്ന് കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ തന്നെ മനസ്സിലാവും. കാരണം ഒരു സ്കൂൾ അധ്യാപിക, നിങ്ങളങ്ങനെ നിങ്ങളങ്ങനെ ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു മദ്രസയിലെ ഒരു ഉസ്താദ്, ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 30 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികളെക്കുറിച്ച് ഒരു വർഷം പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഒരു ധാരണ ആ മാഷ്ക്ക് ഉണ്ടാവും എന്നുള്ളതാണ്.
ഏതൊക്കെ കുട്ടി ഇവിടെ പരീക്ഷ നടത്തിയാൽ പാസ്സാവും, ഏതൊക്കെ കുട്ടി ഇവിടെ പരീക്ഷ നടത്തിയാൽ ഫെയിലാകും എന്നതിനെക്കുറിച്ച് വലിയ ഒരു കൃത്യമായ ധാരണ തന്നെ ഉസ്താദിന് അല്ലെങ്കിൽ ആ ടീച്ചർക്ക് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു സ്കൂളിൽ ഇന്നുവരെ പരീക്ഷ നടത്താതിരുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ആ കുട്ടി ആ ഡോക്ടറോട് മറുപടി പറഞ്ഞത്. ഡോക്ടർ പോലും അന്താളിച്ച് പോയി എന്നുള്ളതാണ്. അത്തരത്തിൽപ്പെട്ട ഒരു മറുപടിയാണ് നമ്മുടെ ഔറേലിയൻ ആ ഡോക്ടർക്ക് കൊടുത്തത്. അതിനുശേഷം നമ്മുടെ ഡോക്ടർ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ഇത്രയും വലിയ അനീതി എന്തിനാണ് ആ കുട്ടിയോട് ചോദിക്കുകയാണ്. കാരണം കുറച്ച് ചിലർ എത്ര കഷ്ടപ്പെട്ടിട്ടും ദരിദ്രരായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ദരിദ്രരായിക്കൊണ്ടേയിരിക്കുകയാണ്. മറ്റു ചിലർ ചെറിയ ചെറിയ ഉടായ്പ് വഴികളിലൂടെയും ചില കൊലപാതകങ്ങളിലൂടെയും ചില വെട്ടിപ്പുകളിലൂടെയും ചില തട്ടിപ്പുകളിലൂടെയും പെട്ടെന്ന് ധനികരായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ഒരു സംശയം എന്ന നിലയ്ക്ക് നമ്മുടെ ഡോക്ടർ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഔറേലിയൻ ആൻസറായിട്ട് പറയുന്നത്, ഒരു പാത്രത്തിൽ ഒരു വെള്ളം നീട്ടിപ്പിടിച്ചുകൊണ്ട് ബാലൻ ചോദിക്കുകയാണ്, ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഈ തറയിലേക്കൊന്ന് സ്ലിപ്പായി കുറച്ച് തൂങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? മറുപടി പറഞ്ഞു, അത് വെറുതെ പോയി എന്ന് പറയും. അപ്പോൾ ഔറേലിയൻ പറയുകയാണ്, ഈ വെള്ളം ഇവിടെ തറയിലല്ല മറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മണ്ണിലേക്കാണ് ഇത് ഇറങ്ങുന്നത് എങ്കിൽ അവിടെ നിന്ന് ഒരു വിത്ത് മുളച്ച് ഒരു വൃക്ഷമായി മാറുകയാണെങ്കിൽ അതിനെ നിങ്ങൾ വെറുതെ പോയി എന്ന് പറയുമോ എന്ന് ചോദിക്കുകയാണ്. പറയാൻ വേണ്ടി സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ഒന്നും വേണ്ടിയില്ല. ഔറേൽ പറയുകയാണ്, നമ്മൾ ഈ ലോകത്തെ മാത്രമാണ് നോക്കുന്നത്. ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇങ്ങനെ കഷ്ടപ്പെടുന്നവരും പ്രയാസം അനുഭവിക്കുന്നതുമെല്ലാം അങ്ങനത്തെ ആൾക്കാർക്കെല്ലാം തന്നെ പ്രതിഫലം മറ്റൊരു ലോകത്ത് വെച്ച് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ഔറേൽ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. അതുകൊണ്ട് ആരും പ്രയാസപ്പെടേണ്ടതായിട്ട് ഇല്ല. ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് എന്നാണ് ഔറേൽ പറയുന്നത്. പിന്നെ ഔറേലിനോട് നമ്മുടെ ഡോക്ടർ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കണം. കാരണം മരണപ്പെട്ടു പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് എങ്ങനെ ഈ കുട്ടിക്ക് മുൻകൂട്ടി പറയാൻ വേണ്ടി സാധിക്കുന്നു? ആരും തന്നെ മരണപ്പെട്ടത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു ചരിത്രമേ ഇല്ല എന്നുള്ള രീതിയിൽ ആ ഡോക്ടർ ഈ ഔറേലിനോട് തിരിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഔറേൽ പറയുന്നുണ്ട്, താങ്കൾ സ്വപ്നം കാണാറുണ്ടോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ ഡോക്ടറോട് പറയാണ്, ആ സ്വപ്നത്തിൽ പല കാര്യങ്ങളും നടന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണും. അതൊരു റിയലൈസ് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ പെട്ടെന്ന് നമ്മൾ ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് നമ്മൾ കണ്ടത് സ്വപ്നമാണ്, അത് റിയൽ അല്ല എന്ന്. അതുപോലെ ഉള്ള ഒരു ഉണർത്തലാണ് മരണം എന്നാണ് ഔറേൽ ഈ ഡോക്ടറോട് പറഞ്ഞത്. ആ സദസ്സിലുള്ള എല്ലാവരും ആ കുട്ടിയുടെ ആ മറുപടിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം നമ്മുടെ ഗിൽബർട്ട് എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ആ കുട്ടി നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്രയും കാലം ഞാൻ ഈ ഡിബേറ്റ് നടത്തിയിട്ട് ഒരാളോടും ഞാൻ ഇതുവരെ പരാജയപ്പെട്ട് തിരിച്ചു പോയിട്ടില്ല. പക്ഷേ നിങ്ങളുടെ വാക്യങ്ങൾ എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കുട്ടി പറഞ്ഞു, താങ്കളുടെ സംശയങ്ങൾ ഒന്നും തന്നെ തെറ്റല്ല, പക്ഷേ എൻ്റെ മറുപടി കേൾക്കാനുള്ള ഒരു മനസ്സ് താങ്കൾക്കുണ്ടാവണം, അതാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. നിറ കയ്യടികളുടെ ആ സദസ്സ് കയ്യടിച്ചു ആ കുട്ടിയെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവസാനം നമ്മുടെ ഗിൽബർട്ട് എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ എണീറ്റ് നിന്നുകൊണ്ട് നമ്മുടെ ഔറേലിന് കൈകൊടുത്തുകൊണ്ട് ആ മകനോട് പറഞ്ഞു, നിന്നോടുള്ള ഈ ഒരു സംവാദം ഞാൻ മരണം വരെ മറക്കുകയില്ല. അപ്പോൾ അവിടെ കൂടി നിന്ന നൂറുകണക്കിന് ആൾക്കാർ എണീറ്റ് നിന്ന് കൈയടിച്ചു. ആ കയ്യടി എന്ന് പറയുന്നത് ആ ഡിബേറ്റിൽ അവൻ വിജയിച്ചു, അദ്ദേഹം പരാജയപ്പെട്ടു എന്നതുകൊണ്ടല്ല. ഇത്രയും ചെറുപ്പ വയസ്സിൽ 7 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ ഇത്രയും വലിയ ഒരു സദസ്സിനെ ചിന്തിപ്പിക്കാൻ വേണ്ടി അവന് സാധിച്ചു എന്നതിനാലാണ് ആ കയ്യടി എന്നുള്ളതാണ്. അതിൽ ഔറേൽ പറഞ്ഞു, നിങ്ങളുടെ മനസ്സ് നിങ്ങൾ തുറന്നാൽ മാത്രം മതി, സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് ഔറേലിയൽ ആ സദസ്സിനോട് പറഞ്ഞത്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ മരണാനന്തര ജീവിതവും അതിനുശേഷമുള്ള ഖബർ ജീവിതവുമെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ തുറക്കണം. അല്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് മാത്രം ഞാൻ ഉണർത്തുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.